അപ്പയും അമ്മയും എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്, അഭിമാനിക്കണം. ശത്രുക്കളെ തുരുത്തിയോടിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1999 ജൂലൈ മാസം 5-ാം തീയതി തിരുവനന്തപുരം വെങ്ങാനൂരിലെ രത്നരാജിന്റെ വീട്ടിലേക്ക് അവസാനമായി എത്തിയ കത്ത്. കരസേനയിൽ ക്യാപ്റ്റനായ ഇളയ മകൻ ജെറി പ്രേംരാജ് എഴുതിയ കത്തായിരുന്നു അത്. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീര ജവാൻ ജെറി പ്രേംരാജ്. 25 വർഷങ്ങളായി മകൻ തങ്ങൾക്ക് അവസാനമായി എഴുതിയ കത്ത് മാറോടണച്ച് അച്ഛനില്ലാത്ത ആ വീട്ടിൽ മൂത്ത മകനൊപ്പം ജീവിക്കുകയാണ് അമ്മ ചെല്ലത്തായി. ശ്രീനഗറിനും ലേക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ലഡാക്കിലെ സുരു നദീതട പ്രദേശമാണ് കാർഗിൽ. കാർഗിലിലെ ടൈഗർ മലനിരകളിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാമീപ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി ആട്ടിടേരയിൽ ചിലരാണ് സൈന്യത്തെ അറിയിക്കുന്നത്. സൈന്യത്തിന്റെ ദ്രുതഗതിയിലുള്ള തിരച്ചിലിൽ ആ സംശയം സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ശത്രുക്കൾ ബഹുദൂരം മുന്നേറിയിരിക്കുന്നുവെന്നും സൈന്യം വലിയ ഞെട്ടലോടെ മനസ്സിലാക്കി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഭാരതത്തിന്റെ അഭിമാനമായ സൈന്യമൊന്നാകെ യുദ്ധസജ്ജമായി. അവധിക്ക് പോയവരെയൊക്കെ തിരികെ വിളിച്ചു. അങ്ങനെയാണ് തന്റെ വിവാഹത്തിനായി നാട്ടിലെത്തിയ ജെറിക്കും പെട്ടെന്നെത്താനുള്ള സന്ദേശം എത്തുന്നത്. 1999 ഏപ്രിൽ 29 വിവാഹിതനായ ജെറി ഭാര്യയ്ക്കൊപ്പം ഊട്ടിയിലായിരുന്ന സമയത്തായിരുന്നു യുദ്ധഭൂമിയിലെത്താൻ അദ്ദേഹത്തിന് വിളി വന്നത്. അന്നൊരു ജൂൺ 20 ആയിരുന്നു. രത്നരാജിന്റെയും ചെല്ലത്തായിയുടെയും രണ്ടാമത്തെ മകനായാണ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ജനനം. 17-ാം വയസ്സിലാണ് വ്യോമസേനയിൽ അദ്ദേഹം ചേരുന്നത്. തുടർന്ന് പഠനവും സർവീസും ഒരുമിച്ച് കൊണ്ടുപോയ ജെറി പ്രേംരാജ് 1997 6 വർഷത്തെ വ്യോമസേനാ സേവനത്തിന് ശേഷം കരസേനയിൽ ലഫ്റ്റനന്റായി ജോയിൻ ചെയ്തു. 1999 ജൂലൈ 7 പുലർച്ചെ 4:15 കാർഗിലിലെ ടൈഗർ കുന്നുകളിൽ ജെറി പ്രേംരാജ് വെടിയേറ്റ് മരിച്ചത്. 27-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ വീരമൃത്യു. കാർഗിൽ മലനിരകളിൽ ശത്രുക്കൾ കീഴടക്കിയിരുന്ന ട്വിൻ ബംസ് 4875 കുന്നുകൾ തിരിച്ചുപിടിക്കാനുള്ള മുന്നേറ്റത്തിനിടെയാണ് വെടിയേറ്റത്. ഗുരുതരമായി വെടിയേറ്റിട്ടും കൂടെയുള്ളവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിച്ച് ശത്രുക്കളെ തുരത്തിയതിനു ശേഷമാണ് ജെറി മരണത്തിന് കീഴടങ്ങിയത്. 4 ദിവസങ്ങൾക്ക് ശേഷം ദേശീയ പതാകയിൽ പൊതിഞ്ഞ ശരീരം വെങ്ങാനൂരിലെ വീട്ടിലെത്തിക്കുമ്പോൾ ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഞ്ചനാവലിയെ സാക്ഷിയാക്കി ജെറി മടങ്ങുമ്പോൾ അന്തരീക്ഷത്തിലെങ്ങും രാജ്യസ്നേഹത്തിന്റെ അലയൊലികൾ അഭിമാനപൂർവ്വം മുഴങ്ങിയിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി എല്ലാ വർഷവും കാർഗിൽ വിജയ ദിവസനും ജെറിയുടെ വീരമൃത്യു ദിനത്തിലും വെങ്ങാനൂരിലെ വീട്ടിലെത്തി സ്മൃതി മണ്ഡപത്തിൽ നിരവധി പേരെത്തി പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. കാർഗിലിലെ ദ്രാസിൽ നടക്കുന്ന കാർഗിൽ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അമ്മ ചെല്ലത്തായിയും സഹോദരൻ റെജിനാൾഡും. ജെറി പ്രേംരാജിന്റെ അച്ഛൻ ജെ രത്നരാജ് 2016 മരിച്ചത്. ധീര സൈനികന് പ്രണാമം.